ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിലെ അന്വേഷണം അയൽ സംസ്ഥാനത്തെ രാഷ്ട്രീയ കേന്ദ്രങ്ങളിലേക്കും കേരളത്തിലെ ദേവസ്വം ഭരണകർത്താക്കളിലേക്കും നീളുകയാണ്. കേസിലെ ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് രാജ്യാന്തര വിഗ്രഹ കടത്ത് മാഫിയയുമായി നേരിട്ട് ബന്ധമുണ്ടെന്ന ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്നത്. വിവാദ വിഗ്രഹ കടത്തുകാരൻ ദിണ്ടിഗൽ സ്വദേശി ഡി മണി എന്ന എം സുബ്രഹ്മണ്യത്തിന്റെ അനുയായി ശ്രീകൃഷ്ണനെ പോറ്റി പലതവണ ഫോണിൽ വിളിച്ചതിന്റെ രേഖകളും പോലീസിന് ലഭിച്ചു. 7 വർഷം മുൻപ് ദിണ്ടിഗലിലെ തെരുവുകളിൽ ഓട്ടോറിക്ഷ ഓടിച്ചിരുന്ന സാധാരണക്കാരൻ എങ്ങനെയാണ് ശതകോടികളുടെ ആസ്തിയുള്ള ഡയമണ്ട് മണിയായി മാറിയതെന്നത് അന്വേഷണ സംഘത്തെ പോലും അമ്പരപ്പിക്കുന്ന കാര്യമാണ്. റിയൽ എസ്റ്റേറ്റ് ബിസിനസ് മറയാക്കി അധോലോക ഇടപാടുകൾ നടത്തിയ മണി പിടിക്കപ്പെടാതിരിക്കാൻ അതീവ ജാഗ്രതയാണ് പുലർത്തിയിരുന്നത്. സ്വന്തം പേരിൽ ഒരു സിം കാർഡ് പോലും എടുക്കാത്ത മണി ദിണ്ടിഗലിലെ ബാലമുരുകൻ എന്ന തയ്യൽക്കാരന്റെ പേരിലുള്ള സിം കാർഡാണ് ഉപയോഗിച്ചിരുന്നത്. 2020 ഒക്ടോബറിൽ തിരുവനന്തപുരത്തെ ഒരു ഹോട്ടലിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയോടൊപ്പം ദേവസ്വം ബോർഡിലെ ഒരു ഉന്നതനും മണിയെ കണ്ടിരുന്നതായി പ്രവാസി വ്യവസായി നൽകിയ മൊഴിയാണ് ഇപ്പോൾ സർക്കാരിനെ മുൾമുനയിൽ നിർത്തുന്നത്. ഈ പ്രമുഖൻ ആരെന്ന് വെളിപ്പെട്ടാൽ കേരള രാഷ്ട്രീയത്തിൽ വൻ ഭൂകമ്പം ഉണ്ടാകുമെന്നാണ് പുറത്തുവരുന്ന സൂചന. മണിയെ ചോദ്യം ചെയ്യാനായി ദിണ്ടിഗലിലെത്തിയ കേരള പോലീസിനെ സഹായിച്ചിരുന്ന തമിഴ്നാട് പോലീസ് സംഘം പെട്ടെന്ന് പിന്മാറിയതിനു പിന്നിൽ രാഷ്ട്രീയ സമ്മർദ്ദമുണ്ടെന്നാണ് മറ്റൊരു സൂചന. DMK-യിലെ ഉന്നതരുമായി മണിക്ക് അടുപ്പമുണ്ടെന്നും സൂചനയുണ്ട്. മുൻപ് AIADMK-യിൽ സ്വാധീനമുണ്ടായിരുന്ന മണി പിന്നീട് DMK-യുടെ തണലിലേക്ക് മാറുകയാണ്. ഡി മണി വിവരങ്ങൾ മറച്ചുവെക്കുകയാണെന്നും അന്വേഷണം വഴിതിരിച്ചുവിടുകയാണെന്നുമാണ് അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ. ഈ സാഹചര്യത്തിൽ മണിയുടെ കസ്റ്റഡി ആവശ്യപ്പെടുന്നതടക്കമുള്ള കടുത്ത നടപടികളിലേക്ക് SIT നീങ്ങിയേക്കും. മണി മുൻകൂർ ജാമ്യം നേടിയ ചെന്നൈ ഹൈക്കോടതി ഇന്ന് അപേക്ഷ ഫയൽ ചെയ്യുമെന്നാണ് സൂചന. ചെന്നൈ ഹൈക്കോടതിയിൽ അപേക്ഷ സമർപ്പിക്കുന്നതാണ് ഉചിതമെന്ന് മണിക്ക് നിയമോപദേശം ലഭിച്ചിട്ടുണ്ട്. കേരള ഹൈക്കോടതിയിലെ മുതിർന്ന അഭിഭാഷകരെയും മണിയുടെ ബന്ധുക്കൾ കണ്ടിരുന്നു. സ്വർണ്ണക്കൊള്ള ഇടപാടുകളുമായി ബന്ധപ്പെട്ട് മണി തിരുവനന്തപുരത്ത് എത്തിയെന്ന രഹസ്യ വിവരം അന്വേഷണ സംഘത്തിന് ലഭിച്ചു. എന്നാൽ ഇത് സ്ഥിരീകരിക്കാൻ കഴിയുന്ന തെളിവുകൾ മണിയുടെ മൊഴിയിൽ നിന്ന് കിട്ടിയിട്ടില്ല. മണിയുടെ അക്കൗണ്ടുകളിലും പണമൊഴുക്കിലും വ്യക്തമായ അസ്വാഭാവികതകൾ കണ്ടെത്തിയതായി SIT സ്ഥിരീകരിച്ചിട്ടുണ്ട്. എന്നാൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി നേരിട്ടുള്ള ബന്ധം സ്ഥിരീകരിക്കുന്ന രേഖകളൊന്നും ഇതുവരെ ലഭിച്ചിട്ടില്ല. മണിയും സുഹൃത്ത് ബാലമുരുകനും ബുധനാഴ്ച വീണ്ടും അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകും. SIT-യുടെ തിരുവനന്തപുരം ക്യാമ്പ് ഓഫീസിലാണ് നിർണായക ചോദ്യം ചെയ്യൽ നടക്കുക.